നമസ്കാരം. 2025 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സമൃദ്ധി ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ലോട്ടറി നറുക്കെടുക്കുക. 12 സീരീസുകളിൽ ടിക്കറ്റുകൾ ഗവൺമെൻറ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ജ്യോതിഷപ്രകാരം ഇന്ന നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാൻ ശ്രമിക്കുക. ലോട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടാത്ത ബാധ്യതയില്ലാത്ത കുറച്ച് ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വളരെ ഞെരുക്കമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കത്തിൽ കഴിയുന്നവർക്ക് ഒരു ലോട്ടറി അടിച്ചാൽ ഒന്ന് പിടിച്ചു നിൽക്കാം. അത്യാവശ്യം കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് ഒന്ന് സമാധാനവും സ്വസ്ഥതയും ഒന്ന് ശ്വാസം വിടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുക. 50 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് 2 ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ജ്യോതിഷപ്രകാരം ലോട്ടറി സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഞായറാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഈ നാളുകാർ, അതായത് ഈ 3 നാളുകാരിൽ ഈ 3 നാളുകാർ മൊത്തം ഒരു 30 ലക്ഷം പേര് കാണും. അവിടുന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല് അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവരും ഒരു 30 ലക്ഷം പേര് കാണും. അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതി രേവതി നാളുകാരും 30 ലക്ഷം പേര് കാണും. അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ജ്യോതിഷപ്രകാരം ഇന്ന നമ്പറുകൾ ആ ലോട്ടറി ടിക്കറ്റുകളിൽ ഉണ്ടെങ്കിൽ ഭാഗ്യസാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഈ 6 അക്ക നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ 9 കിട്ടുക. അതുപോലെ തന്നെ ഈ നമ്പറിൻ്റെ അവസാനം 09, 18, 27, 05, 14, 23, 06, അതുപോലെ തന്നെ 15, 24, 03, 12, 21, 30 എന്നിങ്ങനെയൊക്കെയുള്ള സംഖ്യകളുണ്ടെങ്കിൽ ലോട്ടറി ഭാഗ്യം കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷപ്രകാരം പറയുവാൻ കഴിയുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ നമ്പരൊക്കെ കൂട്ടി നോക്കി അല്ലെങ്കിൽ അവസാനം ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ലോട്ടറി സമ്മാനം ലഭിച്ചാൽ അത്രയും ഒരു ആശ്വാസം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനിൽ കൂടിയൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ്. കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് ജാതകരുണ്ട്. അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. ഇപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ PSC പരീക്ഷയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി എത്ര ലക്ഷങ്ങളാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷേങ്കിൽ അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ 5 6 അല്ലെങ്കിൽ 10 100 പേരെ കാണുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അതിനകത്ത് പരീക്ഷിച്ച് നോക്കി ഒരു ജോലി കിട്ടുവാൻ പരീക്ഷ എഴുതി നോക്കി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലോട്ടറി ഭാഗ്യവും പരീക്ഷിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.